T20-യിലെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ സഞ്ജു സാംസണെ നിരന്തരം മോശമായി കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെതിരെ മുൻ ഇന്ത്യൻ ടെസ്റ്റ് ഓപ്പണർ ആകാശ് ചോപ്ര വിമർശിച്ചു. അടുത്തിടെ ഓസ്ട്രേലിയക്കെതിരെ ഹോബാർട്ടിലും ഗോൾഡ് കോസ്റ്റിലും യഥാക്രമം അവസാനിച്ച മൂന്നാമത്തെയും നാലാമത്തെയും T20 മത്സരങ്ങളിൽ സഞ്ജു സാംസണെ ഇന്ത്യൻ പ്ലെയിൻ 11-ൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ടീം ഇന്ത്യക്കായി ഇന്നിംഗ്സ് ഓപ്പണറായി ഇറങ്ങി ദക്ഷിണാഫ്രിക്കക്കും ബംഗ്ലാദേശിനുമെതിരെ പരമ്പര വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജു സാംസണെ ബാറ്റിംഗ് ഓർഡറിൽ നിന്ന് തരം താഴ്ത്തി. പുതുതായി നിയമിതനായ T20 വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണറായി നിയമിച്ചു. ആകാശ് ചോപ്ര ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെ ശകാരിക്കുകയും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസണെ തെറ്റായി കൈകാര്യം ചെയ്യുന്നതിന് അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഒമാനെതിരെ സഞ്ജു സാംസന്റെ മികച്ച അർദ്ധ സെഞ്ചുറിയും 2025-ൽ UAE-ൽ നടന്ന T20 ഏഷ്യ കപ്പിൽ പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കുമെതിരെയുള്ള മികച്ച പ്രകടനവും ചോപ്ര എടുത്തു പറഞ്ഞു. ഏറ്റവും വലിയ ചോദ്യം സഞ്ജു സാംസണുമായി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതാണ്. ഒമാനെതിരെ അർദ്ധശതകം നേടുകയും ഏഷ്യ കപ്പ് ഫൈനലിൽ മാന്യമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തെ നിരന്തരം മാറ്റി നിർത്തുകയും പുറത്താക്കുകയും ചെയ്തു. ചോപ്ര പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു വർഷം മുമ്പ് വരെ T20-ൽ ഇന്ത്യക്കായി ഇന്നിംഗ്സ് തുറന്ന സഞ്ജു സാംസൺ 2025 ഏഷ്യ കപ്പ് മുഴുവൻ മധ്യനിരയിൽ കളിച്ചു. കാൻബറയിൽ ഓസ്ട്രേലിയക്കെതിരെ മഴ മൂലം ചുരുങ്ങിയ ആദ്യ T20-ൽ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച MCGയിൽ 3-ാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 2 റൺസ് മാത്രമേ നേടാനായുള്ളൂ. ബ്രിസ്ബെയിനിൽ ഇന്ന് ഓസ്ട്രേലിയക്കെതിരെ നടന്നിരുന്ന പരമ്പരയിലെ നിർണായക 5-ാം T20-യിലും സഞ്ജു സാംസണ് പ്ലെയിങ് 11-ൽ ഇടം കൊടുത്തില്ല. ഇത് സൂചിപ്പിക്കുന്നത് സഞ്ജുവിന്റെ T20 കരിയർ അവസാനമായോ എന്നാണ്.